അറ ആഴി അന്തണൻ താൾ ചേർந்தாർക്ക് അല്ലാൽ പിറ ആഴി നീന്തൽ അരിത്. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. തിരുക്കുറളിൽ ആദ്യത്തെ അധികാരമായ കടവുൾ വാഴ്ത്ത് എന്നുള്ള അധികാരത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ 5 പാട്ടിൻ്റെ അർത്ഥമാണ് കണ്ടത്. അതിൻ്റെ ബാക്കിയുള്ള 6 മുതൽ 10 വരെയുള്ള കുറൾ അല്ലെങ്കിൽ പാട്ടുകൾ, അതിൻ്റെ അർത്ഥമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ശ്രദ്ധിക്കൂ. 6ാമത്തെ പാട്ട്, പൊറിവായിൽ ഐന്തവിത്താൻ പൊയ്തീർ ഒഴുക്ക നെറി നിன்றார் നീട് വാഴ്വാർ. പൊറിവായിൽ ഐന്ത് അവിത്താൻ പൊയ്തീർ ഒഴുക്ക നെറി നിன்றாർ നീട് വാഴ്വാർ. പൊറി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളാണ്. 5 ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളെന്ന് പറയും. പൊറിവായിൽ ഐന്തവിത്താൻ, ദൈവം 5 ഇന്ദ്രിയങ്ങളെയും അടക്കിയവനാണ്. 5 ഇന്ദ്രിയങ്ങളും തെറ്റായ വഴിയിൽ ചലിക്കുകയാണെങ്കിൽ ഒരുപാട് ദുഃഖങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പം ഏതൊരു മനുഷ്യനും ഈ 5 ഇന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും നിയന്ത്രിച്ച് ജീവിച്ചാൽ മാത്രമേ ഒരു നല്ല ജീവിതം അവന് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ദൈവമാണെങ്കിൽ ഈ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനാണ്. ഇപ്പോൾ പൊറിവായിൽ ഐന്തവിത്താൻ, 5 പൊറികൾ പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനായ ആ ദൈവത്തിൻ്റെ വഴിയിൽ ദൈവത്തിനെ വണങ്ങി ജീവിക്കുകയാണെങ്കിൽ പൊയ്തീർ ഒഴുക്ക നെറി നിன்றாർ, ആ ദൈവത്തിൻ്റെ വഴിയിൽ ഒഴുക്ക നെറി എന്ന് പറഞ്ഞാൽ നല്ല വഴിയിൽ നാം ചലിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ നീട് വാഴ്വാർ, ഒരുപാട് കാലം, നീടെന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കും. അതായത് പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് തെറ്റുകൾ ചെയ്യാതെ നല്ല രീതിയിൽ ജീവിച്ചാൽ, ദൈവത്തിൻ്റെ നാമം ചൊല്ലി ദൈവത്തിനെ വിചാരിച്ച് ആ നല്ല വഴിയിൽ നാം ജീവിക്കുകയാണെങ്കിൽ നമുക്ക് നീണ്ട ആയുസ് ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ദൈവത്തിനെ വണങ്ങി പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി അല്ലെങ്കിൽ നിയന്ത്രിച്ച് നല്ല വഴിയിൽ ജീവിക്കണം എന്നാണ് അതിൽ പറയുന്നത്. പൊറിവായിൽ ഐന്തവിത്താൻ പൊയ്തീർ ഒഴുക്ക നെറി നിன்றாർ നീട് വാഴ്വാർ. 5 പുലൻകൾ, 5 പൊറികൾ, 5 பொறிகளையும் அடக்கி வாழக்கூடிய அந்த கடவுளை போல நாமும் 5 பொறிகளை அடக்கி நல்ல வழியில் வாழ்ந்தால், அப்படி வாழக்கூடியவன் நீண்ட காலம் மகிழ்ச்சியுடன் வாழ்வான். அடுத்தது 7ாமത്തെ பாட்டு, தனக்கு உவமை இல்லாதான் தாழ் சேர்ந்தார்க்கு அல்லால் மனக்கவலை மாற்றல் அரிது. தனக்கு உவமை இல்லாதான் താൾ ചേർந்தாർക്ക് അല്ലാൽ മനക്കവലൈ മാറ്റൽ അരുത്. ഇന്ന് മനുഷ്യരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ടല്ലോ, ഞാൻ എങ്ങനെയാണ് ഈ വിഷമങ്ങളെ മാറ്റുന്നത്? അതിനൊരു വഴി തിരുവള്ളുവർ പറയുകയാണ്. അതായത് സാമ്യം പറയാൻ പറ്റാത്ത ആ ദൈവത്തിൻ്റെ തിരുവടികൾ നാം എപ്പോഴും വിചാരിച്ച് ജീവിക്കുകയാണെങ്കിൽ മനസ്സിൻ്റെ സങ്കടങ്ങളെല്ലാം തീരും. അതാണ് ഈ പാട്ടിൻ്റെ ചുരുക്കം. തനക്ക് ഉപമയില്ലാതാൻ, തനിക്ക് ഉപമയെന്ന് പറഞ്ഞാൽ ഉപമ, തനിക്ക് ഉപമയായിട്ട് പറയാൻ ആരുമില്ല ദൈവത്തിന്. ഉപമ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ആ ശക്തിമാനായ ദൈവത്തിൻ്റെ താൾ ചേർந்தாർക്ക്, താൾ പാദങ്ങളെ വണങ്ങിയവർക്ക് അല്ലാതെ മറ്റാർക്കും മനക്കവലൈ മാറ്റൽ അരുത്. മനസ്സിലുള്ള കവലൈ, മനസ്സിലുള്ള കഷ്ടങ്ങൾ, അതിനെ മാറ്റുക എന്നത് വളരെ പാടാണ്. അരുതെന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. അതായത് ആ ദൈവത്തിൻ്റെ പാദങ്ങളെ വണങ്ങിയവർക്ക് മാത്രമേ മനക്കവലൈ മാറുകയുള്ളൂ, മനസ്സിൻ്റെ വിഷമം മാറുകയുള്ളൂ. തനക്ക് ഉവമയില്ലാതാൻ താൾ ചേർந்தாർക്ക് അല്ലാൽ മനക്കവലൈ മാറ്റൽ അരിത്. தனக்கு உவமையாக வேறு யாரையும் சொல்ல முடியாத அந்த இறைவனின் பாதங்களை சேர்ந்து கொண்டவர்களுக்கு அல்லாமல் வேறு யாருக்கும் தங்களுடைய மனக்கவலையை மாற்றுவது എളിമയാന കാര്യം അല്ല. തനിക്ക് ഉപമ പറയാൻ പറ്റാത്ത ആ വലിയ ശക്തിമാനായ ദൈവത്തിൻ്റെ 2 പാദങ്ങളെയും ഇറുക്കി പിടിച്ച് ശരണം പ്രാപിച്ചവർക്ക് അല്ലാതെ വേറെ ആർക്കും മനസ്സിൻ്റെ വിഷമം മാറ്റുക എന്നുള്ളത് വളരെ പാടുള്ള വിഷയമാണ്.
എട്ടാമത്തെ പാട്ട്, അറ ആഴി അന്തണൻ താൾ ചേർந்தாർക്ക് അല്ലാൽ പിറ ആഴി നീന്തൽ അരിത്. ആഴി ആഴി എന്ന് പറഞ്ഞാൽ കടലാണ്. ആഴി കടൽ, സമുദ്രം. അറ ആഴി അന്തണൻ താൾ ചേർந்தாർക്ക് അല്ലാൽ പിറ ആഴി നീന്തൽ അരിത്. അറം എന്ന് പറഞ്ഞാൽ നല്ല പ്രവൃത്തി. അറ ആഴി, അറക്കടൽ. അറം എന്ന് പറയുന്ന ആ സമുദ്രം. അന്തണൻ എന്ന് പറഞ്ഞാൽ പൊതുവെ ബ്രാഹ്മണൻ എന്നാണ് അർത്ഥം. ഇവിടെ ബ്രാഹ്മണൻ എന്ന് നമ്മൾ അർത്ഥം എടുക്കേണ്ട കാര്യമില്ല. കാരണം തിരുവള്ളുവർ ഒരു ജാതിക്കോ മതത്തിനോ ഉള്ള ആളല്ല, പൊതുവിലുള്ള ഒരാളാണ്. അറ ആഴി അന്തണൻ എന്ന് പറയുന്നത് ഇവിടെ ദൈവത്തിനെയാണ്. നല്ല വഴിയിൽ അറത്തിൻ്റെ സമുദ്രമായ, നല്ല പ്രവൃത്തികളുടെ സമുദ്രമായ ആ ദൈവത്തിൻ്റെ താൾ ചേർந்தாർക്ക് അല്ലാൽ, പാദങ്ങളെ വണങ്ങിയവർക്കല്ലാതെ വേറെ ആർക്കും പിറ ആഴി, മറ്റുള്ള കഷ്ടപ്പാടുകൾ എന്ന് പറയുന്ന ആ സമുദ്രത്തിനെ നീന്തൽ അരിത്, നീന്തി കരചേരുക എന്നുള്ളത് വലിയ പാടുള്ള വിഷയമാണ്. അപ്പോൾ ഇവിടെ തിരുവള്ളുവർ അറ ആഴി പിറ ആഴി എന്ന് രണ്ട് സമുദ്രങ്ങളെ കുറിച്ച് പറയാണ്. അറ ആഴി എന്ന് പറഞ്ഞാൽ നല്ല പ്രവൃത്തികൾ എന്ന് പറയുന്ന ആ സമുദ്രം. പിറ ആഴി എന്ന് പറഞ്ഞാൽ അതല്ലാതെ ജീവിതത്തിൽ വരുന്ന മറ്റുള്ള കഷ്ടങ്ങൾ എന്ന് പറയുന്ന ആ സമുദ്രം. അപ്പോൾ ജീവിതത്തിൽ വരുന്ന ആ കഷ്ടപ്പാടുകൾ എന്ന് പറയുന്ന സമുദ്രത്തിനെ നാം നീന്തി കരകയറി സന്തോഷം അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അറ ആഴി അന്തണൻ, നല്ല കാര്യങ്ങൾ എന്ന് പറയുന്ന ആ സമുദ്രത്തിൻ്റെ ഉടമയായ ആ ദൈവത്തിൻ്റെ രണ്ട് പാദങ്ങളെയും നാം വണങ്ങണം. അറ ആഴി അന്തണൻ താൾ ചേർந்தாർക്ക് അല്ലാൽ പിറ ആഴി നീന്തൽ അരിത്. അറക്കടൽ என்று சொல்லக்கூடிய அந்த இறைவனின் இரண்டு பாதங்களையும் அடைக்கலமாக கொள்ளாதவர்களுக்கு வாழ்க்கையில் வரக்கூடிய பிற கஷ்டங்கள் என்னும் அந்த கடலை நீந்தி கரையேறுவது என்பது மிகவும் கடினமான செயலாகும். அற ஆழி அந்தணன் தாழ் சேர்ந்தாർക്ക് അല്ലാൽ പിറ ആഴി നീന്തൽ അരിത്. നല്ല പ്രവൃത്തികൾ എന്ന് പറയുന്ന സമുദ്രത്തിൻ്റെ ഉടമയായ ആ ദൈവത്തിൻ്റെ രണ്ട് പാദങ്ങളെയും അഭയമായി ശരണം പ്രാപിക്കാത്തവർക്ക് ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാടുകൾ എന്ന് പറയുന്ന മറ്റുള്ള സമുദ്രത്തിനെ നീന്തി കരകയറുക എന്നുള്ളത് വലിയ പാടുള്ള വിഷയമാണ്. അതായത് ഒരു മനുഷ്യൻ കഷ്ടപ്പാടുകൾ എന്ന് പറയുന്ന ആ സമുദ്രത്തിൽ നീന്തി കരകയറണമെങ്കിൽ ആ അറ ആഴി അന്തണൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ കാലുകളെ ഇറുക്കി പിടിച്ച് ശരണം പ്രാപിക്കണം. ഒമ്പതാമത്തെ പാട്ട്, കോളിൽ പൊറിയിൽ குணமிலவே என் குணத்தான் தாளை வணங்கா தலை. கோளில் பொறியில் குணമിലവേ എൻ ഗുണത്താൻ താളൈ വണങ്കാ തലൈ. ആദ്യത്തെ വരിയിലുള്ള അവസാനത്തെ വാക്കും എൻ ഗുണത്താൻ എന്നുള്ള വാക്കും രണ്ടാമത്തെ വരിയും ഒരുമിച്ച് ആദ്യം എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ രണ്ടാമതായിട്ട് എടുത്താൽ അർത്ഥം കുറേ കൂടെ ഓർഡറായിട്ട് നമുക്ക് കിട്ടും. എൻ ഗുണത്താൻ, എൻ ഗുണം എന്ന് പറഞ്ഞാൽ 8 ഐശ്വര്യങ്ങളുമുള്ള ദൈവം. സന്തോഷം തരുന്ന 8 പ്രധാനപ്പെട്ട ഗുണങ്ങളുണ്ട്. ആ 8 ഗുണത്തിൻ്റെയും ഉടമയാണ് ദൈവം. എൻ ഗുണത്താൻ, നല്ല ഗുണങ്ങൾ എന്ന് പറയപ്പെടുന്ന 8 ഗുണങ്ങളുള്ള ആ ദൈവത്തിൻ്റെ താളൈ, പാദങ്ങളെ വണങ്ങാത്തലൈ, വണങ്ങാത്ത തല. തല കൊണ്ടാണല്ലോ പൊതുവെ ദൈവത്തിനെ വണങ്ങുന്നത്, തല ഇങ്ങനെ താഴ്ത്തി. അപ്പോൾ 8 ഐശ്വര്യങ്ങൾ എന്ന് പറയുന്ന നല്ല ഗുണങ്ങളുടെ ഉടമയായ ദൈവത്തിൻ്റെ താളുകളെ തലകുനിച്ച് വണങ്ങാത്തവൻ്റെ പൊറി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കണ്ടതാണ് ഇന്ദ്രിയം, പഞ്ചേന്ദ്രിയങ്ങൾ. കോളിൽ ഗുണമിലവേ, ഒരു ഉപയോഗവും ഒരു ഗുണവും ഇല്ലാത്തതാണ്. ഒരു ഗുണവും ഇല്ലാത്തതാണ്, ഒരു ഉപയോഗവും ഇല്ലാത്തതാണ്. അതായത് മനുഷ്യന് കണ്ണ്, കാത്, ചെവി ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളുണ്ട്. ഇതൊക്കെ വെറുതെ നമ്മൾ തെറ്റായ വഴിയിൽ ഉപയോഗിക്കാൻ പാടില്ല. അത് ദൈവത്തിനെ വണങ്ങാൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ദൈവത്തിൻ്റെ വഴിയിൽ പോയി ദൈവത്തിനെ വിചാരിച്ച് ദൈവകാര്യങ്ങൾ ചെയ്യാത്ത ആ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അത് ഉപയോഗമില്ലാത്ത പഞ്ചേന്ദ്രിയങ്ങളാണ്, അത് ഗുണമില്ലാത്ത പഞ്ചേന്ദ്രിയങ്ങളാണ്. കണ്ണുകൾ, അങ്ങനെയുള്ള കണ്ണ് കാണുകയില്ല, ചെവി കേൾക്കുകയില്ല, അങ്ങനെയാണ്. ഒന്നിനെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. കോളിൽ പൊറിയിൽ ഗുണമിലവേ എൻ ഗുണത്താൻ താളൈ വണങ്കാ തലൈ. 8 ഐശ്വര്യങ്ങളെന്ന് പറയുന്ന ആ നല്ല ഗുണങ്ങളുടെ ഉടമയായ ദൈവത്തിൻ്റെ
താളൈ വണങ്ങാത്തലൈ, പാദങ്ങളെ വണങ്ങാത്ത തല. എങ്ങനെയുള്ള തലയാണ്? കോളിൽ പൊറിയിൽ ഗുണമിലവേ. ആ തലയും പിന്നെ മറ്റുള്ള ആ പഞ്ചേന്ദ്രിയങ്ങളും ഒരു പ്രയോജനമില്ലാത്തതും ഒരു ഉപയോഗവും ഇല്ലാത്തതും ഒരു ലക്ഷ്യബോധം ഇല്ലാത്തതും ആണ്. ഒരു മനുഷ്യന് ദൈവം ഈ ഇന്ദ്രിയങ്ങൾ തന്നിരിക്കുന്നത് ദൈവത്തിന് വണങ്ങാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെ ദൈവത്തിന് വണങ്ങാൻ അതിനെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഉപയോഗമില്ലാത്ത ഇന്ദ്രിയങ്ങളാണ്. കണ്ണ് കാണുകയില്ല, ചുമ്മാ കാഴ്ചകളെ കണ്ടാലും കാണേണ്ടത് കാണുന്നില്ല. ചെവി കേട്ടാലും കേൾക്കേണ്ടത് കേൾക്കുന്നില്ല. മൊത്തത്തിൽ അത് ഉപയോഗമില്ലാത്തതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാവരും ദൈവത്തിന് വണങ്ങണം. പഞ്ചേന്ദ്രിയങ്ങളെ തന്നിരിക്കുന്നത് അതിനു വേണ്ടിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പിറവി പെരുങ്കടൽ നീന്തുവർ നീന്താർ ഇറൈവനടി ചേരാതവർ. 10ാമത്തെ പാട്ട്. പിറവി പെരുങ്കടൽ നീന്തുവർ നീന്താർ ഇറൈവനടി ചേരാതവർ. പിറവി എന്ന് പറഞ്ഞാൽ ജനിക്കുക, ജന്മം. ഈ ജന്മം എന്ന് പറയുന്ന ഒരു വലിയ സമുദ്രമാണ്, ഒരു കടലാണ്. നമുക്കറിയാം ഈ ഒരു ജന്മത്തിൽ തന്നെ നമുക്ക് എന്തൊക്കെയാണ് കഷ്ടപ്പാടെന്നുള്ളത്. അപ്പോൾ ഈ ജന്മം എന്ന് പറയുന്ന ആ കടലിനെ നീന്തി കരകയറുന്നത് ആരാണ്? ദൈവത്തിനെ വണങ്ങുന്നവർ മാത്രമാണ്. നീന്താർ, അവസാനത്തെ ആദ്യത്തെ വരിയിൽ അവസാനത്തെ വാക്ക് നോക്കൂ. നീന്താർ, നീന്താത്തവരാരാണ്? പിറവിക്കടൽ, ആ സമുദ്രത്തിനെ നീന്തി കയറാൻ പറ്റാത്തവർ ആരാണ്? ഇറൈവനടി ചേരാതവർ, ദൈവത്തിൻ്റെ അടി, ദൈവത്തിൻ്റെ പാദങ്ങളെ ശരണം പ്രാപിക്കാത്തവർ ഒരിക്കലും ജന്മം എന്ന് പറയുന്ന ഈ സമുദ്രത്തിനെ നീന്തി കരകയറുകയില്ല. അതായത് ഒരിക്കലും അവർക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ ജന്മം എന്ന് പറയുന്ന ഈ സമുദ്രത്തിനെ നീന്തി കരകയറണമെങ്കിൽ, അതിൽ സന്തോഷം അനുഭവിക്കണമെങ്കിൽ ഈശ്വരനെ നാം വണങ്ങണം. ഇല്ലാത്തവർ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ ജന്മം ഒരിക്കലും അവർക്ക് സന്തോഷപ്രദമായി മാറുകയില്ല. ഒരിക്കലും ഈ ജന്മം എന്ന് പറയുന്ന ആ സമുദ്രത്തിനെ നീന്തി കരകയറാൻ പറ്റുകയില്ല. പിറവി പെരുങ്കടൽ നീന്തുവർ നീന്താർ ഇறைவனடி சேராதவர். பிறவி என்று சொல்லக்கூடிய அந்த பெரிய கடலை நீந்து கரை சேர்பவர்கள் கடவுளை வணங்குபவர்கள் மட்டுமே. இறைவனுடைய பாதங்களை நினைக்காதவர்கள் ஒரு காலம் இந்த பிறவிக்கடலை நீந்தி கரை சேர மாட்டார்கள். அவர்களுக்கு ஒரு காலம் மகிழ்ச்சியும் ഉണ്ടാകാതെ. പിറവി പെരുങ്കടൽ നീന്തുവർ നീന്താർ ഇറൈവനടി ചേരാതവർ. ജന്മം എന്ന് പറയുന്ന ആ സമുദ്രത്തിനെ ദൈവത്തിൻ്റെ പാദങ്ങളെ വണങ്ങിയവർ മാത്രമേ നീന്തി കടക്കുകയുള്ളൂ. അവർക്കേ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. വേറെ ആർക്കും ജന്മം എന്ന് പറയുന്ന ആ സമുദ്രത്തിനെ നീന്തി കരകയറാൻ പറ്റുകയുമില്ല. ആ ജീവിതത്തിൻ്റെ സന്തോഷം ലഭിക്കുകയും ഇല്ല. സ്നേഹമുള്ളവരെ, അപ്പോൾ കടവുൾ വാഴ്ത്ത് എന്ന് പറയുന്ന അധികാരത്തിൽ 6 മുതൽ 10 വരെയുള്ള പാട്ടിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 10 ഓരോ അധികാരത്തിലും 10 പാട്ടാണ്. അപ്പോൾ 10 പാട്ടും ആയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിനെ വണങ്ങണം. ഈ ജന്മം പാഴ്ജന്മമായി പോകരുത്. നമ്മുടെ ജന്മം, മനുഷ്യജന്മം പാഴ്ജന്മമായി പോകാതെ വളരെ നല്ല ജന്മമായി മാറണം എന്ന് വിചാരിക്കുന്ന ഓരോരുത്തരും നമ്മളെയൊക്കെ സൃഷ്ടിച്ച ആ ദൈവത്തിനെ വണങ്ങിയേ തീരൂ. അങ്ങനെ വണങ്ങിയാൽ മാത്രമേ നമുക്കൊരു നല്ല ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്ന് തിരുവള്ളുവർ 10 പാട്ടിലും വ്യത്യസ്തമായ ആശയങ്ങൾ പറഞ്ഞ് വിവരിക്കുകയാണ്. പാട്ടിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്കറിയാവുന്ന ഗ്രൂപ്പുകളിലൊക്കെ ഇതിനെ ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അറ ആഴി അന്തണൻ താൾ ചേർந்தார்க்கு അല്ലാൽ പിറ ആഴി നീന്തൽ അരിത്.